هي دارنا دار الرحيل وكلنا يوما إلى دار البقاء سنثمع هي دارنا دار الرحيل وكلنا يوما إلى دار البقاء سنثمع ما لي. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യ പ്രവർത്തകന്മാരും ഭരണകർത്താക്കളുമായ വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മഹത്തായ സന്തോഷത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി കടന്നെത്തിയിട്ടുള്ള ഇസ്ലാഹി പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ്. ജാമിഅൽ ഹിന്ദ് അതിൻ്റെ വളർച്ചയുടെയും പുരോഗതിയുടെയും ഒരു വലിയ നാഴികക്കല്ലാണ് പിന്നിടുന്നത്. പരിമിതമായ സൗകര്യങ്ങളിൽ 2013 ജൂൺ മാസത്തിൽ ജാമിയയുടെ തുടക്കം കുറച്ച് ദൂരെ പെരിന്തൽമണ്ണ ഭാഗത്ത് ചെറുകരയിൽ ഒരു അസൗകര്യങ്ങളൊക്കെയുള്ള ഒരു കെട്ടിടത്തിലാണ് ആരംഭിച്ചത്. സഹോദരന്മാരെ, ഓരോന്നിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നിമിത്തമുണ്ടാക്കും. അനാവശ്യമായ അസഹിഷ്ണുതയും തികച്ചും അംഗീകരിക്കാനാവാത്ത വിഭാഗീയതയും ഒരു നിരക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആരും സമ്മതിച്ചു കൊടുക്കാത്ത ഗ്രൂപ്പിസവും കാരണമായി വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള അധ്യാപനങ്ങളും അവയിൽ നിന്ന് ലഭിക്കുന്ന പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു ശരിയായ ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കുക എന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ വളരെ പ്രയാസകരമായി. ഖുർആനും സുന്നത്തും പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ നട്ടപ്പാതിരക്ക് വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വാതിലടച്ച് സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെടുന്ന ഒരവസ്ഥാന്തരം വന്നു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിൻ്റെ വിജ്ഞാനം തേടുന്ന വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുന്നുകൂടിയപ്പോൾ അവർക്ക് പഠിക്കാനുള്ളൊരു സ്ഥാപനം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഒരു വാടക കെട്ടിടത്തിലെങ്കിലും ജാമിയ അന്ന് തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് പടച്ചവൻ്റെ അപാരമായ സഹായങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചു. കേരളത്തിലെ ഇസ്ലാഹി പ്രവർത്തകന്മാരായ നിരവധി പേർ, അതിൽ പണമുള്ളവരും സാധാരണക്കാരും സാധുക്കളും അവരുടെ കഴിവിൻ്റെ പരമാവധിയുള്ള സംഭാവനകൾ നിർവഹിച്ചുകൊണ്ട് ഈ സ്ഥലം ഇവിടെ നമ്മൾ വാങ്ങി രജിസ്റ്റർ ചെയ്തു. പിന്നീടൊരു കെട്ടിടം വന്നു. അല്പം ഞെരുക്കത്തോടു കൂടിയാണെങ്കിലും പല വിധത്തിലുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങളും പരിപാടികളുമായി
തൊട്ട് താഴെ കാണുന്ന ആ കെട്ടിടത്തിൽ ജാമിയ വളർന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സാക്ഷ്യം വഹിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ പള്ളി ഇവിടെ വന്നു. തൊട്ടുമുകളിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു കെട്ടിടം ഇവിടെ ഉണ്ടായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. എന്തിനാണ് ജാമിയ എന്നതിനുള്ള ഉത്തരം ഈ കഴിഞ്ഞ 6 വർഷങ്ങളിലായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. മതവിദ്യാഭ്യാസം എന്നത് സാധാരണ ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ പ്രമേയമല്ല. കുടുംബങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് ഒരു കുട്ടിയുടെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയാണ്. സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകർക്ക് മുമ്പിൽ തൻ്റെ കുട്ടിയുടെ പുരോഗമനവുമായി ബന്ധപ്പെട്ട ആശങ്കകളും വേവലാതികളും രക്ഷിതാക്കൾ സമർപ്പിക്കുന്നത് മാത്തമാറ്റിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഒക്കെ വിഷയത്തിൽ ആ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടും, മത്സര രംഗത്ത് ഏറ്റവും രൂക്ഷമായ മത്സരങ്ങൾ നടക്കുന്ന ഈ സമയത്ത് ഇത്തരം വിഷയങ്ങളിലൊക്കെ മാർക്ക് കുറഞ്ഞു പോയാൽ ഈ കുട്ടിക്ക് എങ്ങനെ വളർച്ചയുണ്ടാകും, ഇതൊക്കെയാണ് രക്ഷിതാക്കൾ കാര്യമായി ചിന്തിക്കുന്നത്. എന്നാൽ എൻ്റെ കുട്ടി ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങളായ ഹദീസു ഷരീഫ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ആ ഖുർആനും സുന്നത്തും മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട ഒരുപാട് വ്യാഖ്യാന ഗ്രന്ഥങ്ങളും വിശദീകരണ ഗ്രന്ഥങ്ങളും അത് പഠിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവി ഇരുളടഞ്ഞതാകും എന്ന് ഉള്ള ഒരാശങ്ക വളരെ പരിമിതമായ ഏതാനും രക്ഷിതാക്കളിൽ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. സഹോദരന്മാരെ, മതം പഠിച്ചതുകൊണ്ട് ഒരാളുടെയും അന്നം മുട്ടുകയില്ല. സൃഷ്ടിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുണ്ടെങ്കിൽ വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു ജീവിക്കും അതിൻ്റെ റിസ്ക്, അതിനുള്ള ആഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കും. എന്നാൽ ഈ ദീനി വിദ്യാഭ്യാസവും ആ നേടിയ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ദഅവത്തും ഇത് രണ്ടും കൂട്ടിയിണക്കി സമൂഹത്തെ ശരിയായ പാതയിലേക്ക് ക്ഷണിക്കുവാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇവിടെ ആളുകൾ വേണം. ദിനംപ്രതി വളരെ വഷളായ തരത്തിൽ മതരംഗത്ത് ബിദ്അത്തുകളും ഖുറാഫാത്തുകളും മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ രൂക്ഷമായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസം എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. എന്നാൽ അന്ധവിശ്വാസമല്ല, അതിനേക്കാൾ ഗുരുതരമായ ഭ്രാന്തൻ വിശ്വാസങ്ങളാണ് ഇന്ന് നമ്മുടെ മലയാളക്കരയിൽ തന്നെ പല ഭാഗങ്ങളിലും ഉയർന്നു വരുന്നത്. ഒരു മുസ്ലിമിൻ്റെ വ്യക്തിത്വമോ അള്ളാഹുവും അവനും തമ്മിലുള്ള ബന്ധമോ ആ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വന്ന പ്രവാചകനുമായിട്ടുള്ള അവൻ്റെ ബന്ധമോ ആ പ്രവാചകനിൽ നിന്ന് ഈ മഹത്തായ ആശയം സ്വീകരിച്ചുകൊണ്ട് അത് ജനമധ്യത്തിൽ പ്രബോധന പ്രവർത്തനം നിർവഹിച്ചിട്ടുള്ള സഹാബത്തിൻ്റെ ചരിത്രമോ ഒന്നും കാര്യമായി ഒരു പ്രസക്തമായ വിഷയമല്ലാതെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും ഖുറാഫാത്തുകളും സമൂഹത്തിൽ രൂക്ഷമായി കടന്നു വന്നുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ പട്ടാളം, ജുനൂദുള്ള അള്ളാഹുവിൻ്റെ പട്ടാളം, അത് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഇവിടെ ജാമിയയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ പട്ടാളമാണ്. ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ആരാണ് ഏറ്റവും നല്ല വാക്കുച്ചരിച്ചവൻ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷണിക്കുന്നതിന് സംസാരിച്ചവനേക്കാൾ നല്ല വാക്കുച്ചരിച്ചവൻ ആരാണ്? സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് ധൈര്യസമേതം തുറന്നു പറയുകയും ചെയ്യുന്നവനേക്കാൾ മെച്ചപ്പെട്ടവൻ ആരാണെന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുന്നതിന് വേണ്ടി പ്രാപ്തരായ ആളുകൾ രംഗത്തിറങ്ങണം. അവർക്ക് ആയുധമുണ്ടായിരിക്കണം. ഒരു ശത്രുവിൻ്റെ മുമ്പിൽ നിരായുധനായി മുന്നിൽ കാണുന്ന എല്ലാവിധ സായുധ സജ്ജീകരണങ്ങളോടുകൂടി യുദ്ധം ചെയ്യാൻ വരുന്ന പട്ടാളത്തിൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ നിരായുധനായി നിന്നിട്ട് കാര്യമില്ല, ആയുധം വേണം. പലതരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ നടത്തി ഖുർആനും സുന്നത്തും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുരുപദിഷ്ട പണ്ഡിതന്മാർക്ക് മുമ്പിൽ
ഇതാണ് ഹക്ക്, ഇതാണ് സത്യം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരോട് സംവദിക്കുവാൻ പ്രാപ്തരായ കുട്ടികൾ വേണം. അതല്ലെങ്കിൽ നമ്മൾ അടുത്ത കാലങ്ങളിൽ കണ്ടതുപോലെ സ്തംഭിച്ചു നിൽക്കുന്ന ആളുകൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വിദൂരെ പോയപ്പോൾ ആരൊക്കെയോ തോൽപ്പിക്കാൻ വേണ്ടി സ്വന്തമായി ആസൂത്രണം ചെയ്തുണ്ടാക്കിയ ചില ഫിത്തനകളുമായി നാട്ടിൽ നടന്നപ്പോൾ ശരിയായ തൗഹീദ് ഖുറാഫികളായ പണ്ഡിതന്മാരുടെ മുമ്പിൽ പോലും ഏതാണ് യഥാർത്ഥ തൗഹീദ് എന്താണെന്ന് പറയാൻ സാധിക്കാതെ സ്തംഭിച്ചു നിന്നുപോയ സംഭവം നമ്മുടെ മുമ്പിൽ പ്രമാണമായി തെളിവായി നമ്മൾ കണ്ട് സാക്ഷ്യം വഹിച്ച കാര്യങ്ങളാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് ശരിയായ വിജ്ഞാനത്തിൻ്റെ ആയുധം, അറിവിൻ്റെ ആയുധം, അത് പണ്ഡിതന്മാർക്ക് മുമ്പിൽ ഇരുന്ന് പഠിക്കണം. വിവരമുള്ള പണ്ഡിതന്മാർക്ക് മുമ്പിൽ ഇരുന്ന് പഠിക്കണം. അതിനുവേണ്ടി പ്രയാസമനുഭവിക്കണം. ചിലപ്പോൾ ഭക്ഷണം ശരിയായ സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ കിടക്കുന്നത് ഒരു കട്ടിലിൻ്റെ മുകളിൽ വേറൊരു കട്ടിലിട്ട് 2 തട്ട് കട്ടിലിലായിരിക്കും ഉറങ്ങുന്നത്. ചിലപ്പോൾ ബാത്റൂമുകളുടെ സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമായിരിക്കും. ഇങ്ങനെ ഉറങ്ങാനും ഉണ്ണാനുമൊക്കെയുള്ള എല്ലാ അസൗകര്യങ്ങളും സഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനും പഠിക്കുവാനും തയ്യാറായ പൂർവിക പണ്ഡിതന്മാരുടെ പാരമ്പര്യവും മാതൃകകളുമാണ് നമ്മൾ ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മാതൃക പിന്തുടർന്നുകൊണ്ട് ജാമിയൽ ഹിന്ദിൻ്റെ കുട്ടികൾ അവർക്ക് അറബി ഭാഷയിലുള്ള പാഠവും മറ്റ് ഭാഷകളിലുള്ള പരിജ്ഞാനവും മതപരമായ ഗ്രന്ഥങ്ങൾ വായിച്ച് അതിൽ നിന്ന് പ്രമാണങ്ങൾ ഇസ്തിഖ്റാജ് ചെയ്യാനുള്ള തെളിവുകൾ പുറത്തെടുക്കുവാനുള്ള കഴിവും അത് പൂർണ്ണമായി പരിശോധിച്ച് ബോധ്യപ്പെട്ട് അവരുടെ പ്രായോഗികമായി അവരത് ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ച കുട്ടികളാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ സ്ഥാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം ഏൽപ്പിച്ച ഒരു അമാനത്താണ്. ആ അമാനത്ത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ആ അമാനത്ത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരിക്കലും നേട്ടങ്ങൾ നമ്മളെ അഹങ്കാരികളാക്കാൻ പാടില്ല. വിജയങ്ങൾ നമുക്ക് അസാധാരണമായ രൂപത്തിലുള്ള ആത്മവിശ്വാസം നൽകാൻ പാടില്ല. നേരെ മറിച്ച് വളർച്ചയുടെ ഒരു ചെറിയ പടവ് മാത്രമേ നമ്മൾ ചവിട്ടിക്കയറിയിട്ടുള്ളൂ. നമ്മൾ അത്യുന്നത ശൃംഖത്തിലെത്തുവാനുണ്ട്. ഒരുപാട് ഗിരിമാർഗങ്ങൾ നമുക്ക് തരണം ചെയ്യുവാനുണ്ട്. അവിടെയൊക്കെ അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ സർവസ്വവും അർപ്പിച്ചുകൊണ്ട് വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തതുപോലെ നമ്മുടെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവാൻ തയ്യാറായ, നമ്മുടെ മാർഗത്തിൽ സമരത്തിന് തയ്യാറായ, അധ്വാനത്തിന് തയ്യാറായ ആളുകൾക്ക് ഒരു വഴി അടയുമ്പോൾ വിവിധ വഴികൾ നാം തുറന്നു കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തതിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ്, ഒരു തെളിവാണ് ഈ ജാമിഅ. നമ്മുടെ മുമ്പിൽ വഴികൾ അടക്കപ്പെട്ടപ്പോൾ അള്ളാഹു വേറെ കുറേ വഴികൾ തുറന്നു തന്നു. ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. അവിടെയൊക്കെ അള്ളാഹുവിനോട് ഹിദായത്ത് തേടിയും അവൻ്റെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കണമേ എന്ന പ്രാർത്ഥനയും അവനിലുള്ള പരിപൂർണമായ അർപ്പണവും കൊണ്ട് ഈ സ്ഥാപനത്തെ അഭ്യുന്നതിയിലെത്തിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. വെറും സാമ്പത്തികമായ സഹായമല്ല ഈ സ്ഥാപനത്തിന്, അത് മാത്രമല്ല ആവശ്യം. സാമ്പത്തികമായ സഹായത്തേക്കാൾ കൂടുതൽ ഈ സ്ഥാപനത്തിന് ധാർമ്മികവും അതുപോലെ തന്നെ മറ്റു വിധത്തിലുള്ള നിങ്ങളുടെ സ്വാധീനവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് ധാരാളക്കണക്കിന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തും ഇന്ത്യ രാജ്യത്തിൻ്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ഇവിടെ പഠിക്കണമെന്നാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ രംഗത്ത് നമ്മൾ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകുവാനുണ്ട്. അതുകൊണ്ട് ഒരുപാട് വികാസവും ഒരുപാട് വളർച്ചയും ഒരുപാട് അഭിവൃദ്ധിയും ഈ സ്ഥാപനത്തിൻ്റെ ഭാവിയിലും വന്നു ചേരാനുണ്ട്. അവിടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തോടുള്ള കർത്തവ്യ നിർവഹണത്തിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, മതവിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് പുറത്തിറങ്ങുന്ന നമ്മുടെ കുട്ടികൾ, ആ കുട്ടികൾക്ക് മുമ്പിൽ വലിയ വെല്ലുവിളികളുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം പഠിച്ച് പുറത്തിറങ്ങി ഇന്നിപ്പോൾ സനത് വാങ്ങുന്ന കുട്ടികൾ വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഇന്ന് ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ 1-2 കുട്ടികളെ ഞാൻ കണ്ടു. വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ അവർ ഉയർന്ന വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ ജാമിയയുടെ പ്രൊഡക്റ്റാണ്, ജാമിയയുടെ ഉൽപ്പന്നമാണ്.
ഒരു വലിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നൊരു ക്യാമ്പസിലേക്കാണ് ഈ ഒരു കൈത്തിരിയുമായി ഈ കുട്ടികൾ കടന്നു ചെന്നിട്ടുള്ളത്. ആ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്കാരങ്ങളിലൂടെ, ശീലങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള കുട്ടികൾക്കിടയിൽ ജാമിയയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആ വെളിച്ചവുമായി കടന്നു ചെല്ലുന്നത് നമ്മുടെ കുട്ടികളാണ്. അവിടെ വലിയ ബാധ്യത അവർക്കുണ്ട്. അവിടെ ദഅവത്ത് നടത്തണം, അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കണം, അവിടെ സംസ്കാരവും ജീവിത രീതികളും നന്നാകണം. കേവലം മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ആളുകൾക്കൊക്കെ ദീനീ വിദ്യാഭ്യാസം എത്തിയിട്ടില്ല. യഥാർത്ഥ തൗഹീദ് എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. പ്രവാചകൻ്റെ ചര്യയെ സംബന്ധിച്ചുള്ള പരിജ്ഞാനം അവർക്കില്ല. അതുകൊണ്ട് വളരെ മാന്യമായ നിലക്ക്, വളരെ യുക്തിദീക്ഷയോടുകൂടി, വളരെ വിനയത്തോടുകൂടി അള്ളാഹുവിൻ്റെ ദീൻ ആ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന, നിങ്ങൾ പഠിക്കുന്ന, ഉപരിപഠനം നടത്തുന്ന സ്ഥാപനത്തിൽ ഈ സന്ദേശം പ്രചരിപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് നിർവഹിക്കണം. മാത്രമല്ല അതിൻ്റെ നതീജ, അതിൻ്റെ ഫലം, അത് വളരെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ അതിനു വേണ്ടിയുള്ള കഠിനാധ്വാനം നിങ്ങൾ ചെയ്യണം. സഹോദരന്മാരെ, ഏതെങ്കിലും ചില വ്യക്തികൾ ചിലയിടത്ത് കത്തിച്ചു വെക്കുന്ന വെളിച്ചം അതതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ അടുത്ത പ്രദേശത്ത് ഒരു പള്ളി വന്നു. ഇപ്പോൾ ഒരു സഹോദരൻ എന്നോട് സംസാരിക്കുകയായിരുന്നു. വളരെ പ്രയാസകരമായ, ദൈവത്തിനൊന്നും വലിയ സാധ്യത ഉണ്ടായിരുന്നില്ലാത്ത ഒരു സ്ഥലത്താണ് ആ പള്ളി വന്നത്. പക്ഷേ ആ പള്ളി വന്നതോടുകൂടി പരിസര പ്രദേശങ്ങളിലുള്ള പല ആളുകളും ആ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ജുമാക്ക് വരാൻ തുടങ്ങി. ആ മിമ്പറിൻ്റെ മുകളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന ഖുത്ബകൾ ആ പരിസര പ്രദേശങ്ങളിലെ മുൻ പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ കേട്ടു. അപ്പോഴതാ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ക്ലാസ്സുകൾ തുടങ്ങുന്നു, മദ്രസ തുടങ്ങുന്നു, പള്ളികൾക്ക് വേണ്ടി അവർ സ്ഥലം അനുവദിക്കുന്നു, വഖഫ് ചെയ്യുന്നു. ഇങ്ങനെ ഏകദേശം പല പ്രദേശങ്ങളിലായി ഇതിൻ്റെ വെളിച്ചം പരക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഈ ദീനിൻ്റെ ഗുണമതാണ്. അത് ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുന്നതല്ല. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ ലഅഗ്ലിബന്ന അന വറുസുലി, ഞാനും എൻ്റെ പ്രവാചകന്മാരും അതിജയിക്കും. അവരെ ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധ്യമല്ല. താൽക്കാലികമായ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുമെങ്കിലും ഭാവിയിൽ എൻ്റെ സഹായത്തോടുകൂടി, എൻ്റെ തൗഫീഖോടുകൂടി എൻ്റെ ദൂതന്മാർ വിജയത്തിൻ്റെ ആ പരിസമാപ്തിയിൽ എത്തുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ആ കാര്യം നമുക്ക് ഒരു ഗുണപാഠമാണ്. അതുകൊണ്ട് നിരാശപ്പെടാതെ അള്ളാഹുൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ്, ഒരു ഉൽപ്പന്നം ആ പ്രദേശത്ത് വെളിച്ചമാകാൻ, വിളക്കുകാലാവാൻ അവന് സാധിക്കണം. ഒരു മനാറ, ഒരു വെളിച്ചം കത്തി നിൽക്കുന്ന ഒരു വലിയ വിളക്കുകാലാവാൻ ആ കുട്ടിക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസമാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്നത്. സഹോദരന്മാരെ, വിശ്വാസികളായ ആളുകളിൽ നിന്ന് ഒരു വിഭാഗം എപ്പോഴും അറിവ് സമ്പാദിക്കുന്നതിനും അതുപോലെ തന്നെ ആ സമ്പാദിച്ച അറിവ് മുഖേന മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനും വേണ്ടി പരിശ്രമിക്കണമെന്നാണ് സൂറത്ത് തൗബയിൽ അതിൻ്റെ 122-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ, വിശ്വാസികൾ ഒന്നടങ്കം യുദ്ധരംഗത്തേക്ക് പുറപ്പെടേണ്ടതില്ല. അതിൽ നിന്നൊരു വിഭാഗം ഫലൂലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും തായിഫ, യുദ്ധസന്നദ്ധരായി ശത്രുക്കളുടെ മുമ്പിലേക്ക് പുറപ്പെടുന്ന സംഘങ്ങൾ പുറപ്പെടുമ്പോൾ അതിൽ നിന്ന് ഒരു കൊച്ചു സംഘം ലിയതഫഖഹു ഫിദ്ദീൻ, മതപരമായ അറിവ് നൽകുന്നതിന് വേണ്ടി അവർ മാറി നിൽക്കണം. ലിയുൻദിറു ഖൗമുഹും ഇദാ റജഉ ഇലൈഹിം, വിഷമകരമായ പരിശ്രമകരമായ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതിനിടക്കിറങ്ങിയ അള്ളാഹുവിൻ്റെ വഹയും അതുപോലെ തന്നെ പ്രവാചക വചനങ്ങളും ഈ ചുരുങ്ങിയ ന്യൂനപക്ഷം പഠിച്ച് മനസ്സിലാക്കി യുദ്ധം കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുവാനും അവർക്ക് ഇസ്ലാമിക വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുവാനും അങ്ങനെ അതിനുവേണ്ടി അവർ തയ്യാറാകണം. ലിയുൻദിറു ഖൗമുഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ, അങ്ങനെ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ, ഉപദേശങ്ങൾ കിട്ടുമ്പോൾ, താക്കീതുകൾ കിട്ടുമ്പോൾ അവർ പടച്ചവനെ സൂക്ഷിക്കും എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദീർഘമായി എൻ്റെ അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാനുണ്ട്. ഇവിടെ വിശദമായി നമ്മുടെ ജാമിയ, അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്ലാനുകൾ എല്ലാം തന്നെ ഇവിടെ ഇതിൻ്റെ എല്ലാം ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫൈസൽ മൗലവി ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഈ എല്ലാ നല്ല സംരംഭങ്ങൾക്കും
നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്. ما لي أراها بالسواد تلفع ما للعيون بدمعها رقرا